Meet the editors. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്കുള്ള ഉപാധിയിൽ ഇളവ് ആവശ്യപ്പെടാൻ കേരളം. വായ്പാ തുക മാർച്ച് 31-നകം ചെലവഴിക്കണമെന്ന ഉപാധി പ്രായോഗികമല്ല എന്നാണ് സർക്കാർ നിലപാട്. അതേസമയം പ്രത്യേക പാക്കേജിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും രംഗത്തെത്തി. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾ ദുരന്തത്തിനാണ് മുണ്ടക്കൈയും ചൂരൽമലയും 6.5 മാസം മുമ്പ് സാക്ഷിയായത്. ഒറ്റ രാത്രി കൊണ്ട് 300-ലേറെ മനുഷ്യരുടെ ജീവനെടുത്ത മഹാദുരന്തം. നൂറുകണക്കിന് വീടുകളും വളർത്തുമൃഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവനോപാധികളുമെല്ലാം ആ മലവെള്ള കുത്തൊഴുക്കിൽ ചാലിയാറിൽ പതിച്ചു. കേരളത്തിന് തനിച്ച് നേരിടാൻ ആവുന്നതിലും അപ്പുറത്തായിരുന്ന ആ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിന്റെ നിർലോഭമായ സഹായം ഒരു നാടാകെ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നായിരുന്നു ദുരന്തത്തിന്റെ 11-ാം നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തിയത്. എന്നാൽ പ്രാഥമിക സഹായവും അടിയന്തര സഹായവുമെല്ലാം ദുരന്ത നിവാരണ നിധി വിനിയോഗത്തിലെ വ്യവസ്ഥയിൽ ഒടുക്കി മുടങ്ങി. ഒടുക്കം പുനരധിവാസത്തിനായി 2000 കോടിയുടെ ഗ്രാന്റ് വേണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കിട്ടിയതാകട്ടെ വായ്പ, അതും 1.5 മാസം കൊണ്ട് 530 കോടി ചെലവാക്കണമെന്ന വിചിത്ര വ്യവസ്ഥയിൽ. ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക? ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര നടപടി കേരളത്തോടുള്ള വെല്ലുവിളിയും പരിഹാസവുമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പക്ഷം. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതേസമയം കേന്ദ്രം അനുവദിച്ച 530 കോടിയുടെ വായ്പ കേരളം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 50 വർഷത്തിന് ശേഷമുള്ള തിരിച്ചടവിൽ പിണറായി വിജയൻ ഇപ്പോൾ ബേജാറാവേണ്ടെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDF ഇപ്പോൾ നടത്തണ്ട. വായ്പ കൊണ്ട് തീരുമോ കേന്ദ്രത്തിന്റെ ബാധ്യത? സമയപരിധി വച്ചോ സഹായം എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയെക്കുറിച്ച് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ സംഭവത്തെയും ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നോക്കൂ, ഇപ്പോൾ വയനാടുണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് രാജ്യം തന്നെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നല്ലോ. ഇവിടെ വന്നിട്ട് അദ്ദേഹം ആ ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതുകൂടാതെ ആശുപത്രികളിൽ പോയി ദുരന്തത്തിന് ഇരയായവരെ കണ്ടു, അവരുടെ കുട്ടികളെ എടുത്തു, അവർക്ക് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെ സമാധാനിപ്പിച്ചു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരെ സമാധാനിപ്പിച്ചു, അവരുമൊക്കെ ആയിട്ട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് കണ്ട ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കേരളത്തിന് കൊടുത്തൊരു ഉറപ്പെന്ന് പറയുന്നത്, അന്ന് അവിടുത്തെ നാട്ടുകാർക്ക് കൊടുത്തൊരു ഉറപ്പ് എന്ന് പറയുന്നത് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ആ സമയത്ത് തന്നെ, ഏറെക്കുറെ ആ സമയത്ത് തന്നെ കേന്ദ്ര സംഘം വരികയും ഒരു പഠനം നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും അവരവരുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്നു, കേന്ദ്ര സംഘം നേരിട്ട് വന്നു, അവർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഒരു വലിയ സഹായം തരും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നമ്മളൊരു ഇടക്കാല സഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ഇടക്കാല സഹായം നമുക്ക് ലഭിച്ചില്ല. പിന്നീട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചു. അപ്പോഴും നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പൈസ പോലും നമുക്ക് വയനാടിൻ്റെ കാര്യത്തിൽ സഹായം ലഭിച്ചില്ല. എന്താണ് ആ 2 വാർഡുകളിൽ സംഭവിച്ചത് എന്നുള്ളത് കേരളം ഇനിയും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അവിടെ 300ഓളം മനുഷ്യരാണ് മരിച്ചത്, 100 കണക്കിന് വീടുകൾ നഷ്ടമായി, അങ്ങാടികളില്ലാതെയായി, സ്കൂളുകൾ തകർന്നു, സർക്കാർ ഓഫീസുകളില്ലാതെയായി, കളിസ്ഥലങ്ങളില്ലാതെയായി, ആരാധനാലയങ്ങളില്ലാതായി. ആ അർത്ഥത്തിൽ ആ 2 വാർഡുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ അതിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ആ ജില്ലയുടെയോ
ആ ജില്ലയെ ഉൾപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നേ, ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അങ്ങേയറ്റം വീഴ്ച വരുത്തിയ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നോക്കൂ, അവിടെ നമ്മൾക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ പലതവണ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നു. അവിടുന്ന് ഒരു സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ സർക്കാർ കോടതിയിലേക്ക് പോയില്ലേ? ആ കോടതിയിൽ എന്താണ് കേന്ദ്രം പറഞ്ഞത്? കേരളം ആദ്യം അവരുടെ തുക ചിലവിടട്ടെ, കേരളത്തിൻ്റെ കയ്യിലുള്ള ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള തുക ചിലവിടട്ടെ, അതിനുശേഷമാകാം മറ്റു കാര്യങ്ങൾ എന്നാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള പൈസ ചിലവാക്കൂ, അതിനുശേഷം വരൂ, അപ്പോൾ നമുക്ക് ആവശ്യപ്പെടാം കൂടുതൽ തുക എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 6-ാം തീയതി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ ബാലഗോപാൽ 750 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്, ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇതിനിടയിൽ നമ്മളൊരു വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്താണ്? ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രത്തിന് ദുരന്തം സംഭവിച്ച സ്ഥലങ്ങളിൽ സഹായം നൽകുന്നതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പല കാറ്റഗറികളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറികളിലൂടെ ആ ക്രൈറ്റീരിയ മുഴുവൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന സഹായത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതേസമയം ഒരു അതിതീവ്ര ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിന് കൈയച്ച് സഹായിക്കാൻ കഴിയുന്ന വേറൊരു സംവിധാനം രൂപപ്പെടുന്നുണ്ട്, ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിതീവ്ര ദുരന്തമായിട്ട് വയനാട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്? ബജറ്റിൽ ഒരു വലിയ സഹായം കേരളത്തിന് വരാൻ പോകുന്നു, അതിനുള്ള വഴി തുറന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഫെബ്രുവരി 1-ാം തീയതി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ വയനാടിന് ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല, വയനാടിന് ഒരു സഹായവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് വരുന്നത് 530 കോടി രൂപയുടെ സഹായം കേന്ദ്രം നൽകിയിരിക്കുന്നുവെന്ന്. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഈ 530 കോടി രൂപ എന്ന് പറയുന്നത് കേന്ദ്രം സൗജന്യമായി കേരളത്തിന് നൽകുന്ന ഒരു തുകയല്ല, മറിച്ച് കേരളത്തിന് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ഒരു തുകയാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 530 കോടി രൂപ ഇങ്ങോട്ടേക്ക് അങ്ങ് തന്നിരിക്കുകയാണ് എന്ന് കേന്ദ്രം ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്, ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷത്തെ ക്യാപെക്സിൽ നിന്നുള്ള മൂലധന വായ്പയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് കേന്ദ്രം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1801 കോടി രൂപയാണ് ഈ വർഷം കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള മൂലധന വായ്പ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് 530 കോടി രൂപ നമുക്കിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ 530 കോടി രൂപയും കൂടി തന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് ആ പൈസ വെട്ടിച്ചുരുക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതൊരു സൗജന്യമോ ഔദാര്യമോ ഒന്നും അല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രവുമല്ല, ഈ 530 കോടി രൂപ എന്ന് പറയുന്നത്, നേരത്തെ നോക്കൂ, ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ ഈ പറയുന്ന വിഴിഞ്ഞത്തിനായിട്ടുള്ളൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നതിനകത്തും അതുപോലെ തന്നെ കൊച്ചി മെട്രോയ്ക്കും വാട്ടർ മെട്രോയ്ക്കും ഒക്കെ ഇതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഈ പറയുന്ന ഇതേ ഫണ്ടിൽ നിന്ന്, ഈ ക്യാപെക്സിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടെന്നേ. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന 530 കോടി രൂപയുടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു സൗജന്യമായോ ഔദാര്യമായോ കാണണ്ട. രണ്ടാമത്, ഈ തന്നിരിക്കുന്ന പണം എന്ന് പറയുന്നൊരു പ്രഖ്യാപനം മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു പ്രഖ്യാപനമാണ്, ഇത് കടലാസിലേ ഉള്ളൂ. എന്താ വേണ്ടെന്നറിയാമോ? നമ്മൾ ആദ്യം ഇത് ചെലവഴിക്കണം. നമ്മളിത് ചെലവഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കണക്കുകൾ കൊടുത്ത് അതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിയുമ്പോൾ കേന്ദ്രം ഇങ്ങോട്ടേക്ക് പണം തരും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റീഇംബേഴ്സ്മെൻ്റ് എന്ന്. സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കുന്നു. എന്നിട്ട് ചികിത്സയൊക്കെ നേടിക്കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ചിലവായ പൈസയും മരുന്നിന് ചിലവായ പൈസയും ഈ ബില്ലുകളെല്ലാം കൂടി കൊണ്ടുപോയി നിങ്ങളുടെ ഓഫീസിൽ കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിക്കുന്നു എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വായ്പ നൽകിയിരിക്കുന്നത്. 530 കോടി രൂപ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ പൈസ തന്നിട്ടില്ല, മറിച്ച് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കിയിട്ട് ആ ചിലവാക്കി എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ആ പൈസ റീഇംബേഴ്സ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് കേരളത്തിന് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് നൽകിയിട്ടുള്ളൊരു പൈസയാണ്. ആ പൈസ തന്നെ തന്നിട്ടില്ല, നമ്മൾ ചിലവാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് വരിക. പിന്നെ ശരിയാണ്, ഈ പറയുന്ന സുരേന്ദ്രനൊക്കെ ഇപ്പം വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ, ഇതൊരു വലിയ സഹായമാണെന്ന്. സഹായമായിട്ടൊന്നും കരുതണ്ട, പക്ഷേ 50 വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി, അതുപോലെ തന്നെ ഇതിന് പലിശയില്ല എന്നുള്ളതും കൂടി ഒരു ഘടകമാണ്. അപ്പോഴും ഈ പറയുന്ന പൈസയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത്. അതെന്താണ്? 45 ദിവസത്തിനുള്ളിൽ ഈ പണം ചിലവിടണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് ഈ പണം, ഏതൊക്കെ ഹെഡ്സിലാണ് ഈ പണം ചിലവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. നിർദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പല ഹെഡ്സിലായിട്ട് പൊതുമരാമത്ത് വകുപ്പാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കേണ്ടത്. അത് ഈ പൊതു കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ 111 കോടി ചിലവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ ഉണ്ടാക്കാൻ 87 കോടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസേചന
ജലസേചന വകുപ്പിന് നൽകിയിട്ടുണ്ട്, വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്, KSEBക്ക് നൽകിയിട്ടുണ്ട്. പ്രശ്നം എന്താ? ഇതൊക്കെ തന്നെയും ഈ പൊതുകെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളുകളാണ്, സർക്കാർ ഓഫീസുകളാണ്. അതുപോലെ റോഡുകൾ, പാലങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന്, KSEBയുടെ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിന്, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കുന്നതിന്, ഇതിനൊക്കെ ആയിട്ടാണ് ഈ പണം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതും കേന്ദ്ര സർക്കാർ സ്വമേധയാ പ്രഖ്യാപിച്ചതല്ല. അതുകൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടതാണ് ഈ 16 ഹെഡ്സിൽ ഞങ്ങൾക്ക് പണം വായ്പയായി നൽകി സഹായിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ കേരളം ആവശ്യപ്പെടാനുള്ള കാരണം എന്താ? കേരളം അപ്പോഴും പ്രതീക്ഷിക്കുന്നത് അപ്പുറത്ത് ഗ്രാൻഡ് വരുമല്ലോ, നമുക്ക് സഹായം കിട്ടുമല്ലോ. നമ്മൾ 2200 കോടി രൂപയുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്. 2200 കോടിയുടെ സഹായം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. 2 എസ്റ്റേറ്റുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നു, എന്നിട്ട് അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അവിടെ എല്ലാവർക്കും വീടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളല്ലേ, വലിയ നല്ല വീടുകൾ, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, അങ്ങാടി, അതുപോലെ സ്കൂളുകൾ, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, കളിസ്ഥലം ഒക്കെ അടങ്ങുന്ന രീതിയിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രോജക്റ്റ്. അങ്ങനെയാണ് അവിടെ ആ സ്ഥലം പുനർനിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു ഗ്രാൻഡ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഗ്രാൻഡിന് പുറത്ത് നമുക്ക് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് ഒരു 535 കോടിയാണ് നമ്മൾ ചോദിച്ചത്. 5 കോടിയെ വെട്ടിക്കുറച്ചുള്ളൂ. 530 കോടി രൂപ ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്. ആ പൈസ കിട്ടിയിട്ടില്ല, നമ്മൾ ചിലവാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 45 ദിവസത്തിനകത്താണ് ഇത് ചിലവാക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാമല്ലോ എങ്ങനെയാണ് ഈ പൈസ ചെലവഴിക്കുക. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പം പൊതുകെട്ടിടങ്ങൾ നിർമ്മിക്കണം, അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കണം, പാലങ്ങൾ നിർമ്മിക്കണം, KSEB സ്റ്റേഷൻ ഉണ്ടാക്കണം. ഈ രീതിയിലൊക്കെയുള്ള ഹെഡ്സിലാണല്ലോ ഈ പൈസ വരുന്നത്. എങ്ങനെയാണിത് 45 ദിവസത്തിനകത്ത് ചെലവഴിക്കാൻ കഴിയുക? നോക്കൂ, ഒരു PWD വകുപ്പ് എന്ന് പറയുമ്പോൾ ആ PWD വകുപ്പിൽ ഈ പറയുന്ന റോഡ് പണിയുന്ന ആളുകളില്ല, ആ PWD വകുപ്പിൽ ഈ കെട്ടിടം പണിയുന്ന ആളുകളില്ല. PWD എന്താ ചെയ്യുക? അവിടുത്തെ ജീവനക്കാർ ഇരുന്നിട്ട് ഇതിൻ്റെ ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ ഏറ്റവും ചെറിയ കൊട്ടേഷൻ കണ്ടെത്തും. ആ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നയാളുമായിട്ട് കരാർ ഉറപ്പിക്കും. ആ കരാറുകാരൻ കെട്ടിടം പണി ആരംഭിക്കും. അതിന് ചിലപ്പോൾ ഒരു ഇനിഷ്യലായിട്ടുള്ള തുക കൊടുത്തുന്നിരിക്കും. അതിനുശേഷം ഓരോ ഘട്ടവും ഇൻസ്പെക്ട് ചെയ്യും. ആ ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ വർക്കിൻ്റെ പുരോഗതി അനുസരിച്ച് വീണ്ടും ഫണ്ട് കൊടുക്കും. അവസാനം ഇതെല്ലാം തീർത്ത് കഴിയുമ്പോഴാണ് പൂർണ്ണമായും പൈസ കൊടുക്കുക. ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ അറിയോ, 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഈ പണം മുഴുവൻ കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ കരാറുകാരനെ കണ്ടെത്തി മുഴുവൻ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഈ കരാറുകാരന് ഇതിന് പണി ഇടയ്ക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കോടതിയും കേസുമായിട്ട് അങ്ങ് നിൽക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊട്ടും ശാസ്ത്രീയമായ രീതിയിലല്ല, ഇതല്ല ഇതിൻ്റെ മെത്തഡോളജി, ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്ന ഈ രീതിയിലല്ല. എന്ന് മാത്രമല്ല, ഒരു കെട്ടിടം 45 ദിവസം കൊണ്ട് പണിയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഒരു കെട്ടിടം വാർത്ത കെട്ടിടമാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങളുടെ വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വെക്കുമ്പോൾ വാർത്തിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസമോ 20 ദിവസമൊക്കെ കാത്തിരിക്കണമല്ലോ. അതിന് ശേഷമല്ലേ ഈ വാർപ്പ് കൂടി വന്ന് അത് ഫിറ്റായി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ബാക്കി മുകളിലോട്ട് പണിയാൻ പറ്റൂ. അപ്പം ഈ രീതിയിലുള്ള ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. അവർ റോഡങ്ങ് പണിഞ്ഞോളൂ, അതുപോലെ പാലം പണിഞ്ഞോളൂ, പൊതുകെട്ടിടങ്ങൾ പണിഞ്ഞോളൂ. പൊതുകെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫീസുകൾക്കും സ്കൂളുകൾക്കുമായിട്ടുള്ള കെട്ടിടങ്ങൾ. ഇതെല്ലാം പണിഞ്ഞോളൂ. പണിഞ്ഞ് 45 ദിവസത്തിനകത്ത് ഈ പൈസ മുഴുവൻ ചിലവാക്കിയിട്ട് ഇതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരൂ. അപ്പോൾ ഞങ്ങളിത് റീംബേഴ്സ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ അങ്ങേയറ്റം ആശയക്കുഴപ്പമാണുള്ളത്. ഞാൻ പറയുന്നൊരു കാര്യം, 2200 കോടി രൂപയുടെ സഹായ പദ്ധതി ആവശ്യപ്പെട്ടു, ഒന്നും ചെയ്തില്ല. ബജറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതും സംഭവിച്ചില്ല. ഒരു പൈസ പോലും തരാതെ കേരളത്തോട് പൈസ ചിലവാക്കാൻ CMൻ്റെ ഫണ്ടിൽ നിന്ന് ചിലവാക്കാൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം 750 കോടി വയ്ക്കുന്നു. അതിനുശേഷം നോക്കൂ, ഇപ്പോൾ വരുന്നിരിക്കുന്ന 530 കോടി എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും തരാതെ നിങ്ങൾ ചിലവാക്കിയിട്ട് തിരിച്ചു വന്നാൽ ആ പൈസ റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറയുന്നൊരു പരിപാടി. അത് തന്നെ ഒരു ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നു. അതൊട്ടും തന്നെ ശാസ്ത്രീയമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ ഈ 530 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു പുകമറ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളിപ്പോൾ 530 കോടി രൂപ നിങ്ങളോട് ചിലവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ചിലവാക്കിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇടുന്ന അപ്പം തന്നെ പൈസ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് എടുത്തില്ലേ എന്നൊരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പണം അനുവദിക്കുന്നത് കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ഞാൻ പറയുന്ന ആ പണം തരാൻ സന്നദ്ധമായ കേന്ദ്ര സർക്കാരിൻ്റെ ആ നയത്തോടും ആ നിലപാടിനോടും നമ്മൾ ഒരു എന്താ പറയുക, അത് പോസിറ്റീവാണെന്ന് പറയാം. അപ്പോൾ പോലും അത് കേരളത്തിന് അവകാശപ്പെട്ട പൈസയിൽ നിന്ന് തരുന്നൊരു പൈസയാണ്. ആ പൈസ തന്നെ തരുന്നില്ല. ആ പൈസ തരാതിരിക്കുമ്പോഴും അത് ചിലവാക്കുന്നതിനൊരു ടൈം ഫ്രെയിം നിശ്ചയിക്കുക, അത് ഒട്ടും തന്നെ ശാസ്ത്രീയമല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്ത് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നോക്കൂ, നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്താണെന്നേ വയനാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത്, അവിടെ ഇപ്പോഴും വീടുകൾ വെക്കപ്പെട്ടിട്ടില്ലല്ലോ, അവിടെ ഇപ്പോഴും സ്കൂളുകൾ തുറന്നിട്ടില്ലല്ലോ, സ്കൂളുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സർക്കാർ എടുത്തു കൊടുത്തിരിക്കുന്ന വാടക വീടുകളിൽ കഴിയുന്നു. അവരൊക്കെ ചെറിയ തൊഴിലിന് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അവരുടെ കുട്ടികൾ അടുത്ത എന്താ പറയുക, നിയോജക മണ്ഡലത്തിലും ഒക്കെയുള്ള സ്കൂളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രത്യേക KSRTC ബസ്സൊക്കെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ കൊടുത്തിരുന്ന ഭക്ഷ്യ കിട്ടൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതേപോലെ 300 രൂപ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു സർക്കാർ. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എത്ര പേർക്ക് കിട്ടുന്നു എന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള പരാതികൾ ഈ വാടകയുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഒരു പ്രശ്നം തന്നെയാണത്. ആ മനുഷ്യരോട് യഥാർത്ഥത്തിൽ യാതൊരു കാരുണ്യവും കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ ചില ചാനലുകളിൽ, നമ്മുടെ ഇറക്കമുള്ള ചാനലുകളിൽ അവിടുത്തെ ആളുകളുടെ പ്രതികരണം വന്നു. ഞങ്ങളെ ഇങ്ങനെ പന്തിട്ട്
തട്ടുകയാണെന്നേ, കേരളവും കേന്ദ്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? സാധാരണ മനുഷ്യർ അവരുടെ ദുരിതത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ദുരിതത്തിന് ഒരു പരിഹാരവും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കേന്ദ്രത്തിനും കഴിഞ്ഞിട്ടില്ല, കേരളത്തിനും കഴിഞ്ഞിട്ടില്ല. ആര് പണം മുടക്കണം, അതിൽ എപ്പോൾ പണം മുടക്കണം, എത്ര പണം മുടക്കണം, എവിടുന്ന് പണം വരും, ഇങ്ങനെയുള്ള ചർച്ചകളിൽ കെട്ടിത്തിരിയാൻ തുടങ്ങിയിട്ട് 7 മാസമായി. ഈ ദുരന്തം കഴിഞ്ഞിട്ട് 7 മാസമാകുന്നു. ഈ നിമിഷം വരെ ആ മനുഷ്യരുടെ കാര്യത്തിൽ, ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ കാര്യത്തിൽ, അതിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവരുടെ ഒന്നും കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവും ഈ 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത്, ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. നമ്മളുടെ സാമ്പത്തിക കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ കേരളം ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കൈയച്ച് സംഭാവന ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ തന്നെ അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അനുവദിക്കുന്ന, നമുക്ക് അവകാശപ്പെട്ട പണത്തിനു മേൽ കൂടി വലിയ നിയന്ത്രണങ്ങൾ വെക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, ഈ ചോദ്യം ശരിയാണ്. നമ്മൾ ഈ പറയുന്നത് സമയപരിധി വെച്ചിട്ടുള്ള സഹായമാണ്. ആ സഹായം സമയപരിധി വെച്ച് നടപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിക്കും. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ വലിയ തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. KN ബാലഗോപാൽ പറയുന്നത് വീണ്ടും നമുക്ക് സമയം ആവശ്യപ്പെട്ട് നോക്കാം എന്നൊക്കെയാണ്. പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നെനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 530 കോടി എന്ന് പറയുന്ന ഒരു ആനക്കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എന്നു മാത്രവുമല്ല, അതിന് ചെലവഴിക്കാനുള്ള ഈ സമയപരിധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നമുക്കൊരു പുതിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. വെച്ചോ സഹായം എന്നുള്ളതാണ് ചോദ്യം. അതേ സമയപരിധി വെച്ച് തന്നെയാണ് സഹായം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ കേരളത്തെ മുൾമുനിൽ നിർത്തിക്കൊണ്ട് ഈ തുക ഈ 45 ദിവസത്തിനകം ചെലവഴിക്കണമെന്ന് പറയുകയാണ്. അത് കേന്ദ്രം കേരളത്തോട് കാലങ്ങളായി തുടരുന്ന ഒരു വൈരാഗ്യത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം അതിനെ കാണാൻ. അതാണ് നമ്മുടെ അനുഭവം എന്നുള്ളതാണ്. ഈ 45 ദിവസം കൊണ്ട് ഓരോരുത്തർക്കും, ഈ ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ഓരോരുത്തർക്കും ഓരോ തുക കൈമാറുകയല്ലോ. അവിടുത്തെ പുനർനിർമ്മാണത്തിനാണ്. 45 ദിവസം കൊണ്ട് ഇവിടുത്തെ പുനർനിർമ്മാണം എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാനാകും? അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അത് പ്രായോഗികമല്ല, ഭയപ്പെടുത്തുന്നതാണ് എന്ന് മന്ത്രി പി രാജൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ധനമന്ത്രി പറയുന്നു ഒരു സമയത്തിൻ്റെ കാര്യത്തിലൊരു ചർച്ച നടത്താൻ പോകുന്നു എന്ന്. അതിലെത്രത്തോളം കേന്ദ്രം അനുകൂലമായ നിലപാടെടുക്കുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി, നമുക്കറിയാം, ദുരന്തം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി എല്ലാം നടന്നു കാണുന്നു. കുഞ്ഞുങ്ങളെ അടക്കം എടുത്ത് ആശുപത്രിയിൽ പോയി സാന്ത്വനിപ്പിക്കുന്നു. അതിനുശേഷം ഒരു തരത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളും പണം കിട്ടുന്ന കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നു. അന്നത്തെ വാർത്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് പ്രധാനമന്ത്രി നടക്കുന്ന അത്ര ദൂരം മുഖ്യമന്ത്രി നടന്നിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു. ദുരന്തം നേരിട്ട് കാണാൻ അത്രയും നടന്നില്ല മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു വലിയ വിമർശനമായി ഉയർത്തിയിരുന്നത്. അപ്പോൾ അത്രയും നടന്ന് പൂർണ്ണമായി കണ്ടുപോയ പ്രധാനമന്ത്രി പിന്നെ അക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ഈ മൗനം ഇത്ര കാലമായി തുടരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് 45 ദിവസത്തിനുള്ളിൽ തുക ചെലവഴിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങൾ, വീടുകൾ, വിദ്യാലയങ്ങൾ, ഇതിനൊക്കെ ഉള്ള സംവിധാനത്തിലുള്ള സഹായമാണ് ചോദിച്ചിരിക്കുന്നത്. വായ്പ നമ്മൾ ഒരു വശത്ത് ചോദിച്ചിട്ടുണ്ട്. വായ്പ മാത്രമല്ല, അതല്ലാതെ നമുക്ക് തരേണ്ട, നമുക്ക് അവകാശപ്പെട്ട തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ 3 സ്രോതസ്സുകളിൽ നിന്നുള്ള പണം ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും ആദ്യം റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ചെലവുകൾക്ക് ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അധിക സഹായം ആവശ്യപ്പെട്ടു. അത് 200 കോടിയിലധികം ഒരു തുകയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. അതന്ന് ഗ്രാൻഡായി ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയില്ല. 2, പഠിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിട്ടയായ പഠനം നടത്തിയ ശേഷം തയ്യാറാക്കിയ പുനരധിവാസ ചെലവുകൾ കൃത്യമായി നൽകുന്നു. അതിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് PNDA റിപ്പോർട്ട് പ്രകാരം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷന് വേണ്ട ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ വഴിയുള്ള 2000 കോടി രൂപയുടെ സഹായം. അതാണ് ഇപ്പോഴും ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട 2000 കോടി അത് തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അതാണ് ഈ ടൗൺഷിപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. അത് ഇതുവരെ നൽകിയിട്ടില്ല. ഇനി തരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നുമെന്ന് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. മൂന്നാമതാണ് ഈ യൂണിയൻ സർക്കാർ ബജറ്റിൽ ഒരു വകയിരുത്തൽ, പ്രത്യേക മൂലധന നിക്ഷേപത്തിനായി സംസ്ഥാനങ്ങൾക്ക് വായ്പ കൊടുക്കാനുള്ള വകയിരുത്തൽ. ഈ ദുരന്ത ഘട്ടങ്ങളിൽ തകരുന്ന പൊതു പശ്ചാത്തല സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള വകയിരുത്തൽ. അത് ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന കണക്ക് ശീർഷകത്തിലാണ് നമുക്കത് കിട്ടുക. അത് ഗ്രാന്റ് അല്ല, വായ്പയാണ്. ആ വായ്പയാണ് ഇപ്പോൾ ഈ 529 കോടി എന്നുള്ള കണക്കിലേക്ക് തന്നിരിക്കുന്നത്. അത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട തുക കിട്ടുന്നില്ല. അതിപ്പോൾ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും തമിഴ്നാടിനും ബീഹാറിനും ഛത്തീസ്ഗഡിനും
ഉത്തരാഖണ്ഡും ഒക്കെ കൊടുക്കുന്ന തുക കേരളത്തിനില്ല എന്നുള്ളതാണ്. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇവിടെ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ഇവിടെ മന്ത്രിമാരെ തനിക്ക് ചുറ്റും നിർത്തും ഇവിടുത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മൾ പാർലമെന്റിൽ കാണുകയാണ് തമിഴ്നാടിനെ പോലെ തന്നെ കേരളത്തിനും സഹായം ലഭിക്കുന്നില്ല എന്ന് കനിമൊഴി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഭാവാഭിനയം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് അദ്ദേഹം കാണിച്ചു, ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോയ കേന്ദ്രമന്ത്രിമാരിൽ കാണിക്കുന്ന സമീപനം. അദ്ദേഹം മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ദളിത് പിന്നാക്ക ആദിവാസി വിഭാഗത്തിനൊക്കെ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ആ വകുപ്പ് തന്നെ തനിക്ക് തരൂ എന്നൊക്കെ കരഞ്ഞൊക്കെ പറയുമ്പോൾ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ജനത വയനാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവർ കേൾക്കേണ്ടി വരും. അവിടെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഈ 50 വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അന്നിവിടെ ആരായിരിക്കും ഭരിക്കുക, ആരാണ് ഇത് തിരിച്ചടക്കേണ്ടി വരിക എന്ന രൂപത്തിൽ ഒരു പരിഹാസമാണ്. അപ്പോഴേക്കൊക്കെ BJP അധികാരത്തിൽ വരുമെന്നുള്ളതാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഇതിനോടൊരു മനുഷ്യത്വപരമായ സമീപനം ഇവിടുത്തെ BJP നേതാക്കളും നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇവിടെ നിന്ന് പോയ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എന്തായാലും കേരളം കോടതിയിലേക്ക് പോയപ്പോഴും കോടതിയിൽ നിന്ന് പോലും നമുക്ക് കൃത്യമായ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സമീപനം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ഭാഗം അങ്ങ് ചെയ്യൂ എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളോട് കേന്ദ്രം നൽകിയിരുന്ന സഹായത്തെക്കുറിച്ചുള്ള ഒരു താരതമ്യം കോടതിയും നടത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യം തന്നെ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ആ നിലയ്ക്കുള്ള ആ വ്യാപ്തിയിൽ ഈ ദുരന്തത്തെ കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതിൽ രാഷ്ട്രീയമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടം വരെയും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വിജയിക്കുക എന്ന ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാര്യവും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വം നമ്മളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ളൊരു സമീപനം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പണം തന്നല്ലോ വായ്പയായിട്ടാണെങ്കിൽ 50 വർഷത്തെ താമസമുണ്ടല്ലോ തിരിച്ചടയ്ക്കാൻ എന്ന് പറയുമ്പോൾ 45 ദിവസത്തിനുള്ളിൽ അത് ചെലവഴിക്കണമെന്ന് പറയുന്നത് കേരളത്തെ പരിഹസിക്കുന്ന നിലപാടാണത്. ഇവിടെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ പറയുകയാണ്. പരിഹസിക്കുന്ന നിലപാട്, അപമാനിക്കുന്ന നിലപാടാണ് എന്ന് ഒരുമിച്ച് പറയുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് പതിവില്ലാത്ത രീതിയിലുള്ള പ്രതികരണം തന്നെ വേണ്ടി വന്നാൽ ഒരുമിച്ചുള്ള സമരം എന്നതുപോലും ആലോചിക്കാം എന്ന രൂപത്തിലേക്ക് വരുന്നത്. അങ്ങനെ കേരളം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ കേരളത്തിലെ BJPയും ആ നിലയ്ക്ക് എടുക്കേണ്ട ഒരു സമീപനമുണ്ട്. അവരെ സംബന്ധിച്ച് അവിടെ പറഞ്ഞ് സാധ്യമാക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ടാകേണ്ടതാണ്. അതിനാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരുള്ളത്. മോദിയിൽ തന്നെ അമിത്ഷായിൽ തന്നെ വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനാകും. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ കാണിച്ചതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഇത് സമയപരിധി വെച്ചിട്ടുള്ള സഹായമാണ്. ഒരു തരത്തിൽ കേരളത്തെ പരിഹസിക്കലാണ്, അപമാനിക്കലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമയപരിധി വെച്ചാണോ സഹായം? സമയപരിധി വെച്ച് തന്നെയാണ്. അത് എല്ലാ തവണയും ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകുമ്പോൾ ഈ സഹായം തന്നിരിക്കുന്ന സഹായം എന്ന് പറയുന്നത് ക്യാപെക്സ് ആണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം. അതിന് നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് മാർച്ച് 31 ആകുമ്പോഴേക്കും അതിൻ്റെ സമയപരിധി തീരുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. അതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. അത് സംസ്ഥാനങ്ങൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടു ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, അത് 50 വർഷത്തേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ടാണ്, പലിശരഹിത വായ്പയായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത്. കേരളം ഇത് ആദ്യമായിട്ടല്ല ഈ സഹായം ചോദിക്കുന്നതും കേരളത്തിന് കിട്ടുന്നതും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നവംബറിലാണെന്ന് തോന്നുന്നു മെട്രോ അടക്കമുള്ള വിഴിഞ്ഞം അടക്കമുള്ള പ്രോജക്റ്റുകൾക്കായി 1000-ൽ പരം കോടിയുടെ സഹായം ഇതേ ഗ്രാൻഡായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇതിലിപ്പോൾ സമയപരിധി വെച്ചു അല്ലെങ്കിൽ കണക്ക് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ വഴിമാറ്റി വിടുമ്പോൾ എന്താണ് വയനാട്ടിൽ സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കേസ് നടത്തിപ്പല്ലാതെ ഒരു വീടിൻ്റെയെങ്കിലും പണി തുടങ്ങിയോ? ഒരു റോഡിൻ്റെയെങ്കിലും പണി തുടങ്ങിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൃത്യമായ ഒരു പദ്ധതിയിലേക്ക് എത്താൻ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ദുരന്തബാധിത ചോദിക്കുന്നത് ഞങ്ങളെ ഇട്ടിങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത് എന്താണ് എന്നതാണ്. ആ ചോദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കുമുണ്ട്. മാധ്യമങ്ങൾക്കായാലും കേരളത്തിലെ ജനങ്ങൾക്കായാലും എല്ലാവർക്കുമുണ്ട്. കാരണം ആ ദുരന്തമുണ്ടായപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തി സഹായിച്ച, അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും ഓടിയെത്തിയത്. പക്ഷേ ആ ഓടിയെത്തി അവരെ ആ ദുരിതത്തിൽ നിന്ന് ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും ഒക്കെ അടിയിൽപ്പെട്ട് കിടന്നവരെ അവിടെ നിന്ന് രക്ഷിച്ച ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും സമയമെടുത്തു അവർക്ക് വാടക വീടുകളിലേക്ക് പോകാൻ. അപ്പോൾ ആ വാടക വീടുകളിലേക്ക് പോയവർക്ക് വാടക കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള പരാതികളടക്കമുണ്ട്. അതുപോലെ അവർക്ക് തൊഴിൽ ചെയ്യാൻ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ അവരൊക്കെ പറയുന്നുണ്ട്. എത്ര മാസമായി എന്നതുകൂടി നമ്മൾ നോക്കണം.
ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരിയിലാണ്. ഇനി ഒരു വർഷം തികയാനായിട്ട് എത്ര മാസമാണ് ബാക്കിയുള്ളത്? മാർച്ചും ഏപ്രിലും മെയ്യും ജൂണും കഴിഞ്ഞാൽ ഒരു വർഷമായി. ഒരു വർഷം, അതായത് ഈ വർഷം നമ്മൾ എല്ലാം പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ആദ്യ 2 മാസങ്ങൾ, ഫെബ്രുവരി പകുതി പിന്നിട്ടു എന്ന് പറയാം, 28 ദിവസമാണല്ലോ. അപ്പോൾ ഈ വർഷത്തെ 1.5 മാസം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം തന്നെ പുനരധിവാസം പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എവിടെ വരെ ചെയ്തു? അല്ലെങ്കിൽ ഈ പദ്ധതിക്കായി, ഈ ലോണിനായി അപ്ലൈ ചെയ്യുമ്പോൾ ഈ 16 പദ്ധതികൾ, ആ പദ്ധതികളുടെ വായ്പ ചോദിച്ചപ്പോൾ അതിനുള്ള പ്രോജക്റ്റ് ഒന്നും ആയിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പുനരധിവാസത്തിന് 529 കോടി രൂപ, 50 ലക്ഷം, അത്രയാണ്. 529.5 എന്ന് പറയുമ്പോൾ അത്രയുമാണ്. അത് മാർച്ച് 31 മുമ്പ് വിനിയോഗിച്ച് തീർക്കാൻ കഴിയില്ല എന്നുള്ളത് ആർക്കും പറയാവുന്ന കാര്യമാണ്. 45 ദിവസം, അതിൽ ഇന്നത്തെ ഒരു ദിവസം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 44 ദിവസമാണ് ബാക്കിയുള്ളത്. 44 ദിവസം കൊണ്ട് ഈ പദ്ധതികളുടെ പൂർത്തീകരണം ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരാൻ പോകുന്നതേയുള്ളൂ. ഈ തുകയുടെ വിനിയോഗം എങ്ങനെ വേണം, നമ്മൾ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മൾ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ വെക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിവിധ വകുപ്പുകളുടെ ഒരു കൂടിയാലോചന നടക്കുമല്ലോ. ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓരോ പ്രോജക്റ്റിനും അതിന് എത്രയാണോ ചോദിച്ചത് അതിനനുസരിച്ച്, ഉണ്ണിസാർ തന്നെ സൂചിപ്പിച്ചല്ലോ, 5 കോടിയുടെ മാത്രമാണ് മൈനസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആവശ്യപ്പെട്ട അത്ര തന്നെ വായ്പ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ആ വായ്പ എങ്ങനെ വിനിയോഗിക്കും, ഈ കാശ് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഇതെങ്ങനെ വിനിയോഗിക്കും എന്ന് കൈമലർത്ത് നിൽക്കുകയല്ല വേണ്ടത്. ഈ കൈമലർത്തൽ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഹൈക്കോടതി തന്നെ ചോദിച്ചത് എന്താണ്? നിങ്ങൾ കയ്യിലുള്ള പണമെടുത്ത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന്, SDRF നിന്ന് പണമെടുത്ത് ചെയ്യാനടക്കം ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയമായുള്ള തീരുമാനമല്ല, കേന്ദ്രവും സംസ്ഥാനവും, അല്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഒരു സഹായവും നൽകാതെ ഞെരുക്കുന്നു എന്നുള്ള വാദം ഒരു ഭാഗത്ത് നിങ്ങളൊക്കെ ശക്തമായി ഉയർത്തുമ്പോഴും ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടി എവിടെയാണ്? മന്ത്രി കെ രാജനടക്കം അതിന് മറുപടിയുണ്ടോ? ആ പാവം മനുഷ്യർ ഇപ്പോഴും വാടക വീടുകളിലും ഒക്കെയായി തന്നെ കഴിയുകയാണ്. അവർക്ക് കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. അവർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കും, അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം എന്നൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഈ പറച്ചിലുകളും സൗണ്ട് ബൈറ്റ്സ് അല്ലാതെ അതിനപ്പുറം എന്താണ് ചെയ്തു തുടങ്ങിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ 16 പദ്ധതികൾക്കുള്ള ക്യാപെക്സ് വായ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൂലധന നിക്ഷേപമാണ്. അത് തന്നെയാണ് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നതും. അതിൽ ഈ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 16 പദ്ധതികളാണ്. അല്ലാതെ മൊത്തത്തിൽ പരത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മന്ത്രിയൊക്കെ പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറയുന്നത് കേട്ടാൽ കേന്ദ്രമാണ് ഇതൊക്കെ നടപ്പാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം അങ്ങോട്ട് നിങ്ങൾക്ക് വായ്പയായി തരുന്നു, നിങ്ങൾ 50 വർഷം കഴിയുമ്പോൾ പലിശയില്ലാതെ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നു. ചോദിച്ച എമൗണ്ട് ആണ്, വായ്പ ചോദിച്ച എമൗണ്ട് വായ്പയെ അനുവദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ പറയും വായ്പയും തന്നില്ല, ഞങ്ങളെ കൊല്ലുന്നേ എന്ന് നിലവിളിക്കും. ഇതിപ്പോൾ ചോദിച്ച വായ്പ തന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെ വിനിയോഗിക്കാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുടെ പൂർത്തീകരണം ഈ സമയപരിധിക്കുള്ളിൽ, നിങ്ങൾ വായ്പ തന്നത് ശേഷമുള്ള ഇത്ര ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കാമല്ലോ. ധനസെക്രട്ടറിമാർ തമ്മിലുള്ള ഒരു കൂടിയാലോചനയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ തീരാവുന്ന ഒരു പ്രശ്നത്തെയാണ് കേന്ദ്രം കൊല്ലുന്നേ എന്ന് പറയുന്നത്. എന്നാൽ സംസ്ഥാനം ആ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എന്താണ് ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം കൂടി ആർജവത്തോടെ പ്രതിപക്ഷം ചോദിക്കണം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതോ കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞ് ഇരുന്നാൽ മതിയോ? സംസ്ഥാനം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കോടതി പറഞ്ഞതാണല്ലോ എടുത്ത് ഉപയോഗിക്കാൻ, അത് ഉപയോഗിച്ചോ എന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കുന്നില്ല? ഈ മാസം 11-ാം തീയതി, നമ്മൾ ഇന്നാണല്ലോ ഇത് ചർച്ച ചെയ്യുന്നത്, ഈ മാസം 11-ാം തീയതി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടിയതാണ്. ഇത്രയാണ് വായ്പ എന്നറിയാം. എന്നാൽ അതിന്മേലുള്ള വകുപ്പ് സെക്രട്ടറിമാരുടെ ചർച്ച നടത്താനായിട്ടുള്ള തീരുമാനമെടുക്കുന്നതെന്നാണ് 15-ാം തീയതി. വീണ്ടും 4 ദിവസം വൈകുകയാണ്. ഈ ഒരു കാലതാമസം, ഈ ദുരന്തമുണ്ടായതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രൊസീജിയറൽ ഡിലേയും നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡിലേ. ഇവിടെ ഈ 16 പദ്ധതികൾ സമർപ്പിക്കുമ്പോൾ അതിൽ പൊതുകെട്ടിടങ്ങളുണ്ട്, റോഡ് നിർമ്മാണമുണ്ട് എന്നൊക്കെ സമർപ്പിക്കുമ്പോൾ തന്നെ അതിനുള്ള എങ്ങനെയാണ് നമ്മളിത് പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്, ഒരാളെങ്കിലും എല്ലാ കോൺട്രാക്റ്റും കൂടി കൊണ്ടങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് പോലെയുള്ള വേഗം ഈ ഓരോ പദ്ധതിയും എങ്ങനെ ചെയ്യണം, അവിടേക്ക് ആ റോഡ് ആവശ്യമുണ്ടോ, ആളുകളെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം അവിടെ അങ്ങനെ ഒരു പുനർനിർമ്മാണം ആവശ്യമുണ്ടോ എന്നൊക്കെ ഈ പദ്ധതി കൊടുക്കുന്ന സംസ്ഥാന സർക്കാരല്ലേ പറയേണ്ടത്, അല്ലാതെ കേന്ദ്രമാണോ അവിടെ എന്താണ് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത പദ്ധതിക്ക് കൃത്യമായിട്ടുള്ള തുകയാണ് അവിടെ നിന്ന് വായ്പയായി തന്നിരിക്കുന്നത്. ഇനി ഈ രണ്ട് ടൗൺഷിപ്പിനായിട്ടുള്ള എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കൽ, അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കൽ പോലും അത് സാധ്യമായിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. അവിടെയാണ് പൊതുകെട്ടിടം പണിയാനായി വായ്പ ചോദിച്ചിരിക്കുന്നത്. 110 kV സബ്സ്റ്റേഷൻ, റോഡ്, പാലം, വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം, വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യമുള്ള കെട്ടിടം, ഇതെല്ലാം സംസ്ഥാനത്തിന്റെ നീഡ്സാണ്. ആ നീഡ്സ് മുന്നോട്ട് വെച്ച് ആ 16 ഹെഡ്സിന് കീഴിലാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആലോചിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് കൂടി പൊതുജനം അറിയണം.
അറിയേണ്ടതുണ്ട്. 750 കോടിയുടെ പാക്കേജ് സംസ്ഥാന ബജറ്റിൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 750ഉം 529.5 കൂടെ കൂടുമ്പോൾ 1279.5 1279 കോടി 50 ലക്ഷം രൂപയാകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആകെ നഷ്ടം സർക്കാർ കണക്കനുസരിച്ച് 1202 കോടിയാണ്. അപ്പോൾ ആ നഷ്ടം നികത്തി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് മാത്രമല്ല, സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, വീട് നിർമ്മിച്ച് നൽകാമെന്ന്. അവിടെ ആവശ്യമുള്ള വീടുകളിലും അധികം വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള സ്പോൺസേഴ്സ് വന്നതാണ്, ഇല്ലേ? കോൺഗ്രസ് സർക്കാരുകൾ അടക്കം വന്നതാണ്. അതുപോലെ രാഹുൽ ഗാന്ധി വന്നതാണ്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന ആ സ്പോൺസേഴ്സിനെയൊക്കെ എന്തുകൊണ്ട് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. സ്ഥലമേറ്റെടുപ്പ് നീണ്ടുപോയതോടുകൂടിയാണ് പലരും ഇതെന്താണ് എന്ന് ചോദിച്ചത്. സിദ്ധരാമയ്യയുടെ അടക്കം കത്ത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അങ്ങനെയുള്ള ഇടപെടലുകൾ അതെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് അത് തമസ്കരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോപ്പർ അല്ല എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു പോകണം. മാതൃകാ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു ഇരുന്നുകൊണ്ട് കാര്യമില്ല. അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇനി എപ്പോഴാണ് ഇത് തുടങ്ങിയിട്ട് പണി പൂർത്തിയാക്കി ഈ വർഷം ഡെലിവറി ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്? അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം. അതിനാണ് കേന്ദ്രം പറഞ്ഞത് 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തുടങ്ങുകയെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് തന്നെയാണ് നിബന്ധന എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം കേന്ദ്രത്തിലിരിക്കുന്നവർക്കും അറിയാമല്ലോ, 45 ദിവസം കൊണ്ടൊന്നും ദാ വരട്ടെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺഷിപ്പ് വരില്ല, ദാ വരട്ടെ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷൻ വരില്ല എന്നൊക്കെ കേന്ദ്രത്തിലിരിക്കുന്നവർക്കും അറിയാം. അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രസേന വന്ന് ബെയിലി പാലം പണിതതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ല, പ്രായോഗികമായുള്ള നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് അവിടെയും ഇരിക്കുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥതല ചർച്ചകളിൽ കൃത്യമായി ഈ സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നത് അറിയിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് ഇത് ഫിക്സ് ചെയ്യുക, ഒരു മാച്ച് ഫിക്സിംഗ് ആണ്. കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് ഇത് വിടുക, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് ഇപ്പോഴും ഈ വിഷയത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 100 കോടിയുടെ കേന്ദ്ര ഫണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ, ഒപ്പം സംസ്ഥാന ഫണ്ട് പ്ലസ് സ്പോൺസേഴ്സ് ഇത് കൂടി ചേരുമ്പോൾ ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കാനായിട്ടുള്ള കാശെന്ന് പറയുന്നത് 100 crores പ്ലസ് ആണ്. അത് ഈ കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും സ്പോൺസേഴ്സും കൂടി ചേരുമ്പോഴേക്കും നിഷ്പ്രയാസമുണ്ട്. അവിടെയാണ് ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്പീൽ പോയതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എസ്റ്റേറ്റുകൾ അപ്പീൽ പോയിരിക്കുന്നതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ അത് പെൻഡിംഗ് ആണ്, കോടതിയിൽ പെൻഡിംഗ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തെ അറിയിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിലേക്ക് കടക്കുന്നതിന് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കേന്ദ്രവും ആ കേസിൽ കക്ഷിയാണ്. ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ച് കൃത്യമായി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അയ്യോ കേന്ദ്രം കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിയല്ല, കൃത്യമായ ആക്ഷനിലേക്ക് കടക്കുകയാണ് അവിടെ വേണ്ടത്. ഇവിടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുന്നതിനായുള്ള വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലേക്ക് ഇന്നാണ് കടന്നിരിക്കുന്നത്. 4 ദിവസം ഈ വായ്പ കിട്ടിയതിന് ശേഷം അത് വൈകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തുക വിനിയോഗിക്കണം, അതിനൊരു പദ്ധതി തയ്യാറാക്കണം എന്ന നിർദ്ദേശം പോകുന്നത് ഇന്നാണ്. അപ്പോൾ ഈ പദ്ധതി തുടങ്ങി വെക്കുക, അതിനുശേഷം കൂടുതൽ സമയം നേടുക. ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഏത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോണിനും കാപ്പെക്സ് ലോണിനും ഏത് സംസ്ഥാനവും, അത് കേരളം എന്നല്ല UP ആയാലും കൊടുക്കണം. എല്ലാ സംസ്ഥാനത്തിനും ഒരേ രീതിയിലാണ് ഈ നിയമം എന്ന് പറയുന്നത്. അത് NDA സർക്കാരായി കൊണ്ടുവന്ന സംവിധാനവുമല്ലല്ലോ. അതിനു മുൻപ് തന്നെ ഈ കാപ്പെക്സ് ലോൺ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ NDA സർക്കാർ വന്ന് NDA ഭരിക്കാത്ത സംസ്ഥാനങ്ങളെയൊക്കെ ആക്രമിക്കുന്നു, കേരളത്തെ കുറച്ച് കൂടുതൽ ആക്രമിക്കുന്നു എന്ന ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെയല്ല. കാപ്പെക്സ് ലോണിന് കൃത്യമായി അതിൻ്റെതായ നിബന്ധനകളുണ്ട്. അത് ഓരോ സാമ്പത്തിക വർഷത്തിലും അനുവദിക്കുന്നതിൻ്റെ കണക്ക് കൃത്യമായി ആ സാമ്പത്തിക വർഷം അവസാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 1-ാം തീയതി കൊടുക്കണമെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് ലോണിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാം. പിന്നീട് 50 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചടക്കേണ്ടത്. റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഇനിയിപ്പോൾ ഇത് തിരിച്ചടക്കേണ്ടത് LDF UDF അല്ല BJP ആണെന്നുണ്ടെങ്കിൽ അവരടയ്ക്കാമെന്നല്ലേ പറയുന്നത്. അടയ്ക്കട്ടെ. അതുമല്ല, കേന്ദ്രത്തിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്യാനായി ഇടത് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാമല്ലോ. ഈ സർക്കാർ എടുത്ത തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പെക്സിൽ കേരളത്തിന് അനുവദിച്ചത് റൈറ്റ് ഓഫ് ചെയ്യാം എന്നൊരു തീരുമാനമെടുക്കാം. അതല്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്കും മറിച്ചൊരു തീരുമാനമെടുക്കാമല്ലോ. 50 വർഷം കഴിഞ്ഞുള്ള ഒരു പലിശരഹിത വായ്പ തിരിച്ചടയ്ക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ കിട്ടിയ തുക വിനിയോഗിക്കുക. സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുക, അതുപോലെ തന്നെ SDRFലെ 120 കോടി ഉടൻ ചെലവഴിക്കാം. അതായത് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെലവഴിക്കാനായി ഒരു 120 കോടി ജനുവരി 10 കോർട്ട് ഓർഡർ ഉണ്ട്. അതെവിടെയെങ്കിലും ഉപയോഗിച്ചോ? അതുപയോഗിച്ചുകൊണ്ടുള്ള എന്ത് പ്രവർത്തനമാണ് തുടങ്ങിയത്? കോടതി പറഞ്ഞതാണല്ലോ. അപ്പോൾ കോടതി ഇടപെടലുണ്ടായി. SDRF വിനിയോഗിക്കാൻ പറയുമ്പോൾ അതിൽ തൊടില്ല. കേന്ദ്രം 2000 തരാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൈകെട്ടിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കൃത്യമായി പുനരധിവാസത്തിലേക്ക്, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായി തന്നെ കടക്കണം. അല്ലാതെ ആ ജനങ്ങളെ ഇത്രയും കാലം കിറ്റിലടക്കം ഉണ്ടായത് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. മേപ്പാടിയിലടക്കം കെട്ടിക്കിടന്ന് പുഴുവലിച്ച ഭക്ഷണം വരെ കൊടുക്കുന്ന ഏത് രീതിയിലാണ് ആ ദുരിതബാധിതരെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളായി പുറത്തേക്ക് കണ്ടതാണ്. ആരും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിനും അപ്പുറം ആ ദൃശ്യങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ദുരിതവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ തുക മാനദണ്ഡം കണക്കാക്കാതെ കേരളത്തിന് വിനിയോഗിക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവും ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞതാണ്. അതിനുശേഷം എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. പ്രതിപക്ഷത്തിന് ആർജവമുണ്ടെങ്കിൽ ആ ചോദ്യം കൂടി
സംസ്ഥാന സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കേന്ദ്രത്തെ മാത്രം പഴി പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല. കൃത്യമായ ഒരു സ്കീമാണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം. അതിൽ മാർച്ച് 31 വരെ, അതായത് ആ സാമ്പത്തിക വർഷത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചതിന്റെ കണക്ക് കൊടുത്തേ പറ്റൂ. അതിപ്പോൾ നാളെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും അവരും ഇത് തന്നെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ കേന്ദ്രത്തെ പഴി പറയുന്നതിന് പകരം ആക്ഷനിലേക്ക് കടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സമയപരിധി വച്ചോ സഹായം എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 3 പേരും അഭിപ്രായപ്പെടുന്നത്. Meet the editors.